ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് എൻ്റെ കുട്ടി അടുക്കളയുടെ സ്ലാവ് ആകെ വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം എൻ്റെ കൊച്ച് വൃത്തിയാക്കുന്നു. സ്റ്റൗവൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു. ഇപ്പോഴേ തേച്ച് നല്ല അടിപൊളിയായിട്ട് വെളുപ്പിച്ചെടുത്തു. ഉണ്ടാ നല്ലോണം ഇതാക്കുന്നുണ്ട്. അഴുക്കൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ച് അതൊക്കെ ഇനി കളഞ്ഞെടുക്കും. കണ്ടാ ഇവിടെയൊക്കെ അഴുക്കാണ്. അപ്പം അതൊക്കെ തേച്ച് ചെയ്തിപ്പിച്ച് സ്റ്റൗ നല്ല കിടിലാച്ചി ആക്കിയിട്ടുണ്ട്. കണ്ടാ ഇനിയും ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. കണ്ടാ ഞാൻ തൊട്ടപ്പോഴേക്കും അഴുക്കായിരുന്നു. എനിക്ക് എൻ്റെ കൈക്ക് വയ്യാത്തതുകൊണ്ട് കണ്ടാ അവള് പറയുന്നുണ്ടോ പണിയില്ലാണ്ട് വെറുതെ ഇരിക്കാൻ കാരണം. സത്യമായിട്ട് ഇന്നലെ എന്തോ കൈമ കുത്തി കൈ നീരായിട്ടിരിക്കണം. കണ്ടോ ഗേസ് എൻ്റെ കൈയുടെ കോലം. തുണി കഴിയിട്ട് ഉണ്ടാ എൻ്റെ കൊച്ച് പണിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഇതേപോലെ സ്റ്റൗവും അടുക്കളയൊക്കെ വൃത്തിയാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. എൻ്റെ കുട്ടി അടുക്കളയൊക്കെ വൃത്തിയാക്കി തരുന്നതാണ്. എനിക്ക് സ്റ്റൗവൊക്കെ തേച്ച് കഴുകി തരും. അടിപൊളിയാക്കി അഴുക്കൊക്കെ കളഞ്ഞ് തേച്ച് നല്ല സെറ്റപ്പനാക്കി തരും. ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഇതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അമ്മമാരെ സഹായിക്കുന്നത്. ഇവിടെ ആകെ വെടിപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം മടക്കിപ്പറക്കി വെച്ചു. പിന്നെ എൻ്റെ തലയിൽ എന്താണ്ട് കണ്ട മുൾക്കിരീടം പോലെ തലയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഗ്യാസിൻ്റെ കൊച്ചു കൊണ്ടെന്ന് വെച്ചതാണ്. ഗ്യാസിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? മുൾക്കിരീടം പോലെ ഗ്യാസിൻ്റെ സാധനങ്ങളൊന്നും വെച്ചേക്കുന്നത്. കണ്ട ഇവിടെ പട്ടിക്കൂട് ഉണ്ടാക്കിയാണ്. പട്ടിക്കൂടാകെ നാശഭൂഷയായിട്ട് പട്ടിക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. കണ്ടോ ഇവിടെ അനിയനുണ്ട്, മോഹൻ ചേട്ടനുണ്ട്, അപ്പച്ചൻ ദേ നിൽക്കുന്നു. അച്ഛൻ സ്റ്റാച്ചു പറഞ്ഞിരിക്കുന്ന പോലെ. അവിടെ പട്ടിക്കൂട് ഇവിടെ ഒരു പട്ടിയോട് ഇറങ്ങി വന്നാണ്. എവിടെ? അച്ഛൻ നീണ്ടു കിടന്നോട്ട് പോകാനാ. എവിടെ ഇങ്ങോട്ട് ഇച്ചിരി നീണ്ടു കിടന്നോ? അപ്പം അതല്ല, ഒരു നല്ല നീളമുള്ള പലക എടുക്കട്ടെ. നീളമുള്ള പലക ഇത് കിട്ടത്തില്ലേ? ആ ഒറ്റ ലെയർ പുള്ളി കിട്ടത്തില്ലേ? കിട്ടും. ഇച്ചിരി ഇറക്കത്തില് നീട്ടത്തിൽ കിട്ടണോ? ഓടിച്ച് പുറത്തോ തള്ളി നിന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പിക്കണമല്ലോ. അവിടെ അടുത്തോട് മൂന്നെണ്ണം തറച്ചു വരട്ടെ. ആരാ വിളിക്കുന്നതല്ല, യൂട്യൂബിനകത്ത് ആ വീഡിയോ സിനിമയുടെ പരിപാടിയാ. ആ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇതിനകത്ത് ഞങ്ങളുടെ അതിൻ്റെ അകത്ത് അടിക്കണ്ടായിരുന്നു. എനിക്ക് അടിച്ചാൽ മതിയായിരുന്നു. പിന്നെയും കയറി കുഴപ്പമില്ല. അവിടെ ഉണ്ട്, മുന്നേറുണ്ട്. തിരിച്ച് കൊടുത്തായിരുന്ന പുള്ളി. അങ്ങനെ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഊടുക്കൾ. അത് നല്ല പട്ടി എടുത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇല്ലേ? നല്ല നമുക്ക് എടുത്തു കൊടുക്കാം. ഈ രണ്ടായിട്ട്
പട്ടിയെ കാണുന്നില്ല അവിടെ അവിടെ ഇവിടെ നമ്മൾ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കട്ടെ. കൂടിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഇനി കൂടങ്ങാട് എടുത്ത് വെച്ചിട്ട് വേണം ഓട് വെക്കാനായിട്ട്. ഞങ്ങളുടെ ലക്കിക്കുട്ടൻ്റെ കൂടാണ്. പാവം ലക്കിക്ക് ഇന്നലെ കൂടുണ്ടായില്ല. ഇവിടെ വെടിപ്പാക്കി അവിടെ കത്തിക്കാനിട്ടേക്കും. ഇരിക്കട്ടെ, നമുക്ക് കൂടി പിടിച്ചു വെച്ചിട്ട് അത് ചെറുതാണ്, ആറ്റത് ചെറുതാണ്. ഡോറേ പട്ടി ഇതിലേ കയറ്റിക്കൊണ്ടിരുന്നത്. ആ അതാ കുഴിയിലൊക്കെ കുഴി. തിരിച്ച് അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. ഇങ്ങോട്ട് വാ. ഡോർ ഇവിടെ അങ്ങോട്ട് കല്ല്. ഞാൻ ഡോറ് അവിടെയൊന്നും പറഞ്ഞുണ്ട്. അല്പം ഇങ്ങോട്ട് വെക്കും. ഒരു കുഴപ്പമില്ല, കറക്റ്റ് ആയിരുന്നില്ല. ഇല്ല കാലായിട്ടില്ല. ആയിട്ടില്ല. അങ്ങോട്ട് മാറണോ? തെക്കോട്ടെ. അങ്ങോട്ടാ വേണ്ട, അതിനകത്തിന് വേണ്ട. അങ്ങോട്ട് വേണ്ട, ചേർക്കണ്ട. അറിയാം, ഇത് ഇത്ര ഒരു ഗ്യാപ്പ് കിടക്കട്ടെ. പറ്റാ എന്നാലേ അതിൽ കൂടെ ഒക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇവിടെ അല്ല കുഴപ്പം, ആ ബാക്കത്തെ കല്ല് മാറ്റി. ഈ കല്ല് നല്ലതല്ല. ആ കല്ലിന്റെ പൊക്കം കുറവല്ലേ? ഇതിനല്ല, ബാക്കത്തെ ബാക്ക് പൊക്ക് വെച്ചേക്കുന്നുണ്ട്. ഇത്ര പൊക്കം വേണം. ബാക്കത്തെ കല്ലാണ്. പക്ഷെ അത് ഇതായിട്ടിരിക്കും. ആ കല്ല് മാറ്റിയാൽ മതി. എന്നാലേ കത്തിച്ചത് നന്നായി. കത്തി അല്ല, തീ കത്തിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ ഈ വറവ് വീഡിയോ നമ്മ ഓട് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പ ചെന്ന് അതിൻ്റെ ഇടക്ക് ചെളി പറയുന്നുണ്ട്. അതൊക്കെ എടുത്തേക്കാം. ഇങ്ങനെ നമ്മുടെ ലക്കിക്കുട്ടനി കൂട്. അത് ഇനി ലൂണല്ല ടിപ്പു. എന്റെ കൊച്ചിവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ദേ ഈ സ്റ്റൗവിന്റെ ഈ സാധനം ഭയങ്കര കരിയായിരുന്നു. കൊച്ചിതേ കാണിച്ചേക്കുന്നത് പുതിയതുപോലെ ആയേക്കണ്. കണ്ടാ എന്ത് സ്റ്റൈലായി നോക്കിയത്. ഒരു തരി പോലും അഴുക്കില്ല. ഇത് നീ എന്താ ചെയ്തേ ഇതിനകത്ത്? കുറച്ച് വിനാഗിരി ഒഴിച്ച് ഉപ്പിട്ട് സോപ്പിട്ട് വന്നിട്ട് വെച്ചു. എല്ലാവരും അപ്പൊ ഒന്ന് നോക്കണം. വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് അത് കഴിയട്ടെ. വിനാഗിരിയും ഉപ്പും ഇട്ടാണ് കൊച്ചി ഇത് വെളുപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചേക്കണു. കണ്ടാ നല്ല കരിയായിരുന്നു ഇതിനകത്ത്. അപ്പം അതേ
വിനാഗിരിയും ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല തിളക്കത്തിലോടെ ഇരിക്കും. ഇപ്പം മേടിച്ച പോലെ നല്ല തിളക്കത്തോടെ ഇരിക്കണുണ്ടോ? വീഡിയോ കാണാൻ ആയിരിക്കുന്നുണ്ടോ? എൻ്റെ വീഡിയോ കാണുന്നവർ കണ്ടോളൂ. കൂട് റെഡി ആയിരിക്കുന്നു കണ്ടോ, സെറ്റായിരിക്കുന്നു. എന്താ അത് പറിക്കാൻ എൻ്റെ പ്രത്യേകിച്ച് അതാ ഏറ്റവും നല്ലത്. കേൾക്കുവാണെങ്കിൽ അതും കൊള്ളത്തില്ല. അത് ഇങ്ങോട്ട് അതെന്താ മണ്ടയിൽ മേലിട്ട് വെച്ചാൽ അതൊന്നും വേണ്ട ചായ. അതൊന്നും അത്യാവശ്യം വരത്തില്ല. ഈ അടിപ്പാത്തി ഇല്ലാത്തതൊന്നും അത്യാവശ്യം വരത്തില്ല. ചുമ്മാ അതിന്റെ മണ്ടയ്ക്ക് കയറ്റി വെക്കാന്നുള്ളത് ചുമ്മാ അതൊന്നും കൊള്ളത്തില്ല. അത് എല്ലാത്തിന്റെ മേൽഫോൺ പോയില്ല. ഈ ആണി എടുത്ത വെച്ചേരെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ സൂക്ഷിച്ച്. നല്ലതല്ലേ? ആ നല്ല ആണിയാണ്. അതിനെ വിളിക്കാൻ പോയേക്കണം. അപ്പോഴേ നമുക്ക് തന്നെ വെച്ചാൽ അടിച്ചെന്ന് ഉറപ്പിക്കാം. ആണി ഇരുന്നാലേ ദേ കൊണ്ടന് 9 തീയതി ദേ ഞങ്ങളുടെ ലക്കിക്കുട്ടൻ വരുന്നു കൂട്ടിലേക്ക്. ലക്കിക്കുട്ടനെ എടുത്തുകൊണ്ട് വന്നു അവൻ. ഇത് നോക്കൂ, ഞങ്ങളുടെ ലക്കി ആശാൻ വരികയാണ് കൂട്ടി കയറാൻ. ഐശ്വര്യമായിട്ട് കൂട്ടി കയറൂ. അയ്യോ കേറ് കേറൂ കേറടാ കൂട്ടി കയറ്. 2 ദിവസം കഴിയുമ്പോ ഓക്കെ ആയിക്കോളും. അതിന് ഇത്തിരി ബുദ്ധിമുട്ടാ കയറാൻ. അല്ല പൊക്കം കുറയ്ക്കണം. അത് അത്ര പൊക്കമുള്ള കല്ല് വെക്കരുത്. അതാണ് ഞാനും പറഞ്ഞത്. അതാ ചെറിയൊരു കല്ലിന്റെ അല്ല, കല്ലിന്റെയാ. കല്ലിന്റെയാ പൊക്കം കാരണമാണ് അവന് അതിന് കുഴപ്പമില്ല. അതിനൊന്നും അതവൻ കേറും. കല്ലിന്റെ പൊക്കം കണ്ട ഇത്തിരി കൂടുതലാ. പൊക്കം കൂടാൻ പരന്ന കല്ലെടുത്ത് പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ വിളിച്ചു വരുത്തിയിട്ട് നാറ്റിക്കണാടോ. ചാടി കയറാൻ പറഞ്ഞു. കേറടാ കൂട്ടില് കൂട്ടി കേറടാ. കേറ് അങ്ങോട്ട് കേറ്. ആ അങ്ങനെ കേറി പഠിക്കണം. 2-3 പ്രാവശ്യം കഴിയുമ്പോ ഓക്കെ ആവും. കല്ലെടുത്ത് വെക്കണം. ഒരു കാര്യം ചെയ്താൽ പെട്ടെന്ന് കയറി പോകും. ഇവിടെ ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുത്താല് കൂട്ടി കയറിയപ്പോ ഞാൻ പറയാം. പലവേ ഒരു പട്ടിയെ വെച്ച് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് കാല് താങ്ങി കയറാൻ പറ്റും. വേണ്ടെന്നേ, ഈ സാധനം എടുത്താൽ വെച്ചാ മതി. അതെടുത്ത് കൂടെ ആ സ്ലാവ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടി അതെടുത്ത് കൂടെ വെച്ച് കൊടുത്താൽ അതിന് ഇത്തി കൂടെ ഹൈറ്റ് കുറയും കയറാനായിട്ട്. കുഴപ്പമില്ല അവനെ. ആ മറി പൊക്കി കൊണ്ടുവരാ മറിച്ചാ മതി. മറിച്ചെടുക്കന്നെ കൈയും കയ്യിലൂടെ പോകാതെ. അതെ വേണേ അടിയിൽ ഒരു 2 കല്ലൂടെ വെച്ചാല് പൊക്കയില്ലെങ്കിൽ അപ്പൊ അവിടെ 2 കല്ല് കിട്ടാ. അതുകൊണ്ട് കല്ല് ഇച്ചിരി തെക്കൊന്ന് വലിയവനെ വേണ്ട. ആ ഓക്കെ സെറ്റ്. പക്ഷെ ഇതങ്ങ് കട്ട് ചെയ്താ മതിയായിരുന്നു. ഈ ഒരു പീസ് ഇതിൽ കട്ട് ചെയ്യാനും വേണ്ട. അത് കുഴപ്പമില്ല. ഇനി ഒന്നും കുഴപ്പമില്ല, അത് മതി. സൗകര്യമായി. അല്ല അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കൂട് കഴിഞ്ഞിരിക്കുന്നു. കൊളുത്തും അതിനൊപ്പം മേളിലോട്ട് അടിക്കും. കൊളുത്ത് മേലോട്ട് അടിക്കണം. വേണ്ട കൊളുത്തൊന്നും വേണ്ട. വേറെ മേടിക്കുന്നു. വേണ്ട. പക്ഷെ മറ്റേ വാങ്ങുകയാണെങ്കിൽ മറ്റേ ഇത് വാങ്ങണം. ചാക്ക് അത് വാങ്ങിച്ചാൽ എന്റെ കൊച്ച് അടിപൊളി ക്ലീൻ ആക്കിയിട്ടുണ്ട്.
നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഇതിവിടെയൊക്കെ ക്ലീനാക്കി അടക്കി വെച്ചിട്ടുണ്ട്. കണ്ടാ, ഇതൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. സ്റ്റവൊക്കെ ഒക്കെ മേടിച്ച സ്റ്റവ് പോലെ ഇരിക്കണം, നല്ല തിളങ്ങുന്നുണ്ട്, അടിപൊളിയാണ്. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്ന്. ഓക്കെ, ബൈ.